ശ്രീമതി ഷാഹിന, ഞാൻ ഈ സർക്കാരിനും പോലീസിനുമെതിരായിട്ടുള്ള ചോദ്യങ്ങൾ അതവിടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും ഇത്തരം സംഭവങ്ങൾ കൂടുകയാണ്. ഈ ചെറിയ കുട്ടികൾ, താങ്കൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, അത് ഈ യത്തീംഖാനയിലെ കാര്യങ്ങൾ ഡോക്ടർ അഷ്റഫ് പറഞ്ഞു. അത് ഈ വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഇവർ പിടിയിൽ ചെന്ന് പെടുന്നത്, അവരെ ഏത് വിധത്തിലാണ് അതിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടത് എന്നതൊക്കെ ഉള്ള കാര്യങ്ങൾ കണ്ട് ഇത് പരിഹരിച്ചു പോകാൻ ഏത് നിലക്കുള്ള വെല്ലുവിളിയാണ് ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിലെ കുഞ്ഞുങ്ങൾ നേരിടുന്നത്? ഒന്ന് ഒരു കുട്ടി ഒരു 9 വയസ്സിലോ അല്ലെങ്കിൽ 10 വയസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രായത്തിൽ, ഇപ്പോൾ അതിലും ചെറിയ പ്രായത്തിൽ ഉള്ള കുട്ടികൾക്ക് ഒന്നും തന്നെ അറിയില്ല. കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ തന്നെ ഒരു ലൈംഗികമായി ആക്രമിക്കപ്പെടുമ്പോൾ പെട്ടെന്നൊരു ദിവസം അക്കാര്യം ഈ ലൈംഗികമായി ഒരു ആക്രമണം അല്ലെങ്കിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഓടി വന്ന് ആരോടെങ്കിലും പറയാവുന്ന പരുവത്തിലല്ല നമ്മൾ കുട്ടികളെ വളർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം. ഈ വളരെ ഗോപ്യമായി നമ്മുടെ സമൂഹം ഇന്നും വെച്ചിട്ടുള്ളൊരു സംഗതിയാണ് ലൈംഗികത. അപ്പോൾ കുട്ടികളെ ഇത്തരത്തിൽ എംപവേർഡ് ആക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതിപ്പോൾ നമ്മൾ കുട്ടികളെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് മാത്രം വലിയ പ്രയോജനമൊന്നുമില്ല. ഇതൊരു വലിയ ടാബുവായി ഈ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയത് ഈ കുട്ടികൾ എങ്ങനെയാണ് ഇപ്പോൾ യത്തീംഖാനയിലെ കുട്ടികളാകട്ടെ, ഇപ്പോൾ ഇവർ പറഞ്ഞു കേട്ടിടത്തോളം ഈ യത്തീംഖാന അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയൊന്നും വന്നിട്ടില്ല. പക്ഷേ പൊതുവിൽ നമ്മുടെ അനാഥാലയം എന്ന വാക്ക് പോലും നമ്മളിപ്പോഴും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അവിടെയൊക്കെ താമസിക്കുന്ന കുട്ടികൾ, പിന്നെ നമ്മുടെയൊക്കെ തന്നെ വീടുകളിലെ കുട്ടികൾ, ഈ കുട്ടികൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ എന്ത് സ്വയം നിർണയാവകാശമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ അടിമകളെ പോലെയാണ്. ഇത് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ചൈൽഡ് ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പിഡോഫൈൽസ് ആയിട്ടുള്ള ആൾക്കാർ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത്. കുട്ടികൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ്. കുട്ടികളെ ആക്രമിച്ചു കഴിയുമ്പോൾ അത് പുറത്തു വരാതിരിക്കാനുള്ള സാധ്യത പലപ്പോഴും കൂടുതലാണ്. ഇപ്പോൾ പോക്സോ ആക്ട് വന്നു. പോക്സോ ആക്ട് വന്നിട്ട് എത്ര പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര കേസ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ പോക്സോ ആക്ടിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, പരാതിപ്പെടും, ഒരു പരാതി ഉണ്ടാകും, പരാതിപ്പെടും. പക്ഷേ അത് ട്രയലിൻ്റെ സ്റ്റേജിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ തന്നെ വീട്ടുകാർ കുട്ടിയുടെ പല കാരണങ്ങൾ കൊണ്ട്, സമ്മർദ്ദം കൊണ്ടാവാം, കുട്ടിയുടെ ഭാവിയെ കരുതിയാവാം, ഈ സംഭവം അല്ലെങ്കിൽ ഇയാളെ അറിയില്ല, ഈ അങ്കിളാണോ മോളെ പീഡിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഓർമ്മയില്ല എന്ന് പറഞ്ഞ് ആ കേസ് അവിടെ അവസാനിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഒരു സംഗതി, ഒരു കേസ് അവിടെ അവസാനിക്കുമെങ്കിലും ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഏൽക്കേണ്ടി വരുന്ന ഒരു ലൈംഗിക ആക്രമണത്തിൻ്റെ മാനസികമായിട്ടുള്ള വ്രണം എന്ന് പറയുന്നത്, മാനസികവും ശാരീരികവുമായിട്ടുള്ള വ്രണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ മനസ്സിലാവാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തെ സമഗ്രമായി ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു പക്ഷെ നമ്മുടെയൊക്കെ പെരുമാറ്റ വൈകല്യങ്ങൾ, പലതരത്തിലുള്ള നമ്മുടെ പെരുമാറ്റത്തിലും അല്ലെങ്കിൽ നമ്മുടെ തുടർന്നുള്ള നമ്മളൊരു മുതിർന്ന വ്യക്തിയായതിനു ശേഷമുള്ള നമ്മുടെ ലൈംഗിക ജീവിതത്തിലും ഒക്കെ ഉണ്ടാവുന്ന പലതരത്തിലുള്ള അപാകതകൾ ഇതിൻ്റെ ഒരു ട്രോമയാണ് എന്ന് തിരിച്ചറിയുന്നവർ പോലും ചുരുക്കമാണെന്നുള്ളതാണ്. അത്രയേറെ ആഴത്തിൽ ഒരു മനുഷ്യനെ ബാധിക്കുന്നൊരു സംഗതിയാണ് ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ലൈംഗിക അതിക്രമങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടത്തേക്ക് കേസ്, ഇപ്പോൾ ഈ 2 കുട്ടികൾ മരിച്ചുപോയി, അവർക്ക് ജീവിക്കാൻ പോലും അവകാശമില്ലാതെ അവരെ അങ്ങ് കൊന്നു കളഞ്ഞു. അങ്ങനെയല്ലാത്ത കുട്ടികൾ, ഇതിനുശേഷം അതിജീവിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ ജീവിക്കുക, വെറുതെ ഇങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ വ്രണങ്ങൾ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലേക്കും അത് ബാധിക്കുന്ന തരത്തിൽ ഒരു മനുഷ്യനെ ബാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് ഇത് തടയാൻ, ഇപ്പോൾ കുട്ടികളുടെ നേരെയുള്ള അക്രമങ്ങൾ തടയാനായിട്ട് കുട്ടികളെ കൂടുതൽ മതിൽക്കെട്ടിനകത്തേക്ക് ഇങ്ങനെ തളച്ചിട്ട് കുട്ടികളെ പട്ടിക്കൂട്ടിലിട്ട് പട്ടിയെ വളർത്തുന്ന പോലെ വളർത്തുക എന്നുള്ളതല്ല അതിൻ്റെ പരിഹാരം. ഇതേക്കുറിച്ച് വ്യാപകമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അതുണ്ടാവുക എന്നുള്ളതാണ്. തുളസി, ഇവിടെ അത്തരത്തിലുള്ള സംഗതികളോടൊപ്പം തന്നെ ഇവിടെ വാളയാറിലെ സംഭവത്തിലാണെങ്കിൽ നേരത്തെ അത് ശ്രീമതി സതീദേവി പറഞ്ഞു, സമൂഹത്തിൻ്റെ ഒരു നിസ്സംഗത കൂടെയുണ്ട്. ഈ പറയുന്നത്രക്ക് രാഷ്ട്രീയ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, വനിതാ സംഘങ്ങൾ, മറ്റു തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ ഉള്ളൊരു നാട്ടിൽ ഈ കുട്ടികൾക്ക് നേരെ ഇങ്ങനെ, അവിടെ ഉണ്ടായ സംഭവം പ്രത്യേകിച്ചും കുട്ടികൾക്ക് നേരെ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടാകുന്നു. ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ വീടാണ്. അവിടെ പോലീസിനോട് ഈ അമ്മ ഇങ്ങനെയുള്ളൊരു പരാതി കൂടെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പക്ഷേ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ഇളയ കുട്ടി കൂടെയുണ്ട്, സ്വാഭാവികമായിട്ടും ജോലിക്കൊക്കെ പോയേ പറ്റൂ, ദരിദ്രമായ സാഹചര്യമാണ്. അവർ ജോലിക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി അവിടെയുണ്ട്.
ഈ സമൂഹം എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു സംഭവം അവിടെ വളരെ പ്രസക്തമായിട്ടില്ലേ? ഈ കുട്ടി വീട്ടിനകത്താണ്, ആരും ശ്രദ്ധിക്കാനില്ല, അത് വീണ്ടും പീഡിപ്പിക്കപ്പെടുന്നു. ആ കുട്ടി ഇങ്ങനെയുള്ള ദുരന്തത്തിലേക്ക് പോകേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് വീട്ടിനകത്ത് ചെറിയ കുഞ്ഞുങ്ങളുള്ള സ്ഥലങ്ങളിൽ പോലും ഈ പറയുന്ന അയൽവക്കത്തിൻ്റെയൊക്കെ ഒരു ശ്രദ്ധ അങ്ങോട്ടേക്കില്ലാത്തത്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജിഷ വധം നടന്ന കാലത്ത് ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. എന്നിട്ടും ഈ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ ഇങ്ങനെ ഇരകളായി പോകുന്ന ആളുകളുടെ, ദരിദ്രമായ സാഹചര്യമുള്ള വീടുകളിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ്? ആരുടെ വീഴ്ചയാണത്? സമൂഹത്തിൻ്റെ ജാഗ്രത പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള അളവിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്, അത് നിഷേധിക്കുന്നില്ല. പക്ഷേ വാളയാറിൽ നടന്നിട്ടുള്ള ഈ സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സംഭവത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടി ആദ്യത്തെ കുട്ടിയുടെ മരണം സംഭവിച്ച ആ ഒരു സാഹചര്യത്തിൽ അതിലേക്ക് പോലീസ് പോയത്. ഇപ്പോൾ രണ്ടാമത്തെ അത് ആത്മഹത്യ എന്നുള്ള ഒരൊറ്റ നിഗമനത്തിൽ മാത്രമാണ് പോലീസ് നിന്നത്. അമ്മ ഈ കുട്ടിയുടെ മരണത്തിൽ സംശയമുണ്ടെന്നും അതുപോലെ ബന്ധുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഇപ്പോൾ മരിച്ച ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ രണ്ടുപേർ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പോലും അതിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം ഇത്ര ലാഘവത്തോടു കൂടി എന്തുകൊണ്ടാണ് ഈ പോലീസ് കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യം. ഇപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക വളരെ വളരെ കൂടുതലാണ്. കാരണം കുട്ടികളുള്ള വീട്ടിൽ മുതിർന്നവരാണെങ്കിലും ഒക്കെ ഒരു ഭീതിയുടെ നിഴലിലാണ് ആ ഒരു പ്രദേശത്ത് താമസിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത സമയങ്ങളിൽ ഒരുപാട് ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരു ജില്ലയാണ്. എന്നിട്ട് പോലും പോലീസിന് ഉണർന്നു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം സർക്കാർ അതീവ ജാഗ്രതയോടുകൂടി കാണണം, വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. പോലീസിനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിസ്സംഗത ഉണ്ടായത്? ഇങ്ങനെ അമ്മ ഇക്കാര്യത്തിലൊരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് പോലും ഈ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പോലീസിന്റെ ശ്രദ്ധ എത്താത്തതിന് കാരണമായിട്ട് പോലീസിന്റെ വിശദീകരണം എന്താണ്? പോലീസ് പറയുന്നത് ഇപ്പോഴും ആ മൂത്ത കുട്ടിയുടെ മരണം ആത്മഹത്യയാണ് എന്നുള്ള ആ ഒരു നിഗമനത്തിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം. കാരണം ആ ഒരു കുട്ടികളുടെ ഒരു പ്രായവും അവരുടെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയും പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ അത്ര ഉയരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ മാത്രമൊന്നും അത് ഒരു സാധാരണക്കാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ട് കുട്ടികളുടെയും മരണം നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആർക്കും തന്നെ, പ്രത്യേകിച്ച് അത് നേരിട്ട് ആ ഒരു സ്ഥലം കണ്ടിട്ടുള്ള അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആർക്കും അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അത്ര സംശയാസ്പദവും ദുരൂഹവുമായിട്ടുള്ള സാഹചര്യത്തിലാണ് രണ്ട് കുട്ടികളുടെയും കൊലപാതകം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അത് നടന്നിരിക്കുന്നത്. ഇനിയെങ്കിലും പോലീസ് നിസ്സംഗതയൊന്ന് അവസാനിപ്പിച്ചുകൊണ്ട്, കാരണം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊക്കെ നീതി കൊടുക്കണ്ട എന്നുള്ള നയമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ ഭീതി മാറണമെങ്കിൽ, ആശങ്ക അകറ്റണമെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ രണ്ട് വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കാരണം രണ്ട് പെൺകുട്ടികളുടെയും ദുരൂഹമായിട്ടുള്ള ആ ഒരു മരണത്തിൽ കൃത്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിക്കണം. അതിൽ IG-യുടെ റാങ്കിൽ കുറയാത്ത ഉന്നത ഉദ്യോഗസ്ഥന് തന്നെ ആ കേസിന്റെ അന്വേഷണത്തിന്റെ നേതൃത്വം കൊടുക്കണം എന്നാണ് അവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. കാരണം അത്രമാത്രം ആശങ്ക ആ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴവിടെ ഉണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി സതീദേവി, വാളയാറിലെ ഈ പ്രശ്നത്തിൽ, അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന പ്രാഥമികമായ വിവരം പോലീസ് തരുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യം പ്രാഥമികമായ വിധത്തിൽ തന്നെ റിപ്പോർട്ടർമാരുടെ ഭാഗത്തു നിന്ന് പോലീസിനോട് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് ഈ സ്ഥലം കണ്ടതിന് ശേഷമാണെങ്കിൽ ഈ കുട്ടിക്ക് കയറി നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഉയരത്തിലാണ് കുരുക്കിടുകയും ഈ കുട്ടി തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നതെന്നാണ് അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ. പ്രാഥമികമായി തന്നെയും ഇതൊരു ആത്മഹത്യയല്ല എന്നൊരു തോന്നലുണ്ടാക്കുന്ന സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടർമാർ പറയുന്നുണ്ട്, അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. 19 ദിവസം മുമ്പ് അവിടെ തന്നെ മുതിർന്ന കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തതാണ്. ഇത്തരം സംഭവങ്ങൾ സാധാരണഗതിയിൽ പോലീസ് ചിന്തയൊന്നുമില്ലാത്ത, അന്വേഷണ ത്വരയൊന്നുമില്ലാത്ത ആളുകൾക്കടക്കം ഈ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു നിമിഷം അപ്പോഴവിടെ ഒരു പോലീസിൻ്റെ നിസ്സംഗത എന്നത് വളരെ പ്രധാനമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാകണം അത്? ഏതെങ്കിലും സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്നതൊക്കെ മാറ്റിവെക്കുക, അതല്ല കാര്യം. പക്ഷേ ഈ പോലീസിനകത്ത് ഈ പെൺകുട്ടികളൊക്കെ
ആത്മഹത്യ ചെയ്താണ് എന്ന തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്ന വിധത്തിലുള്ള ഇത്തരം കേസുകളിലുള്ളൊരു നിസ്സംഗതാ മനോഭാവം അവർക്കുണ്ട്. അതിനെ മാറ്റി തീർക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ സർക്കാരിന്, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അധ്വാനം പിടിച്ച പണി അതായിരിക്കണം. അത് എങ്ങനെയാണ് നിർവഹിക്കാനാവുക? തീർച്ചയായിട്ടും ഈ സംഭവസ്ഥലത്ത് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം, ഇത് ആത്മഹത്യ ചെയ്യാൻ, ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ യാതൊരു സാഹചര്യവുമില്ല എന്ന് വെച്ചാൽ ആ മരിച്ചു കിടക്കുന്ന ആ കാര്യം കണ്ടപ്പോൾ തന്നെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ളൊരു പെൺകുട്ടിക്ക് അത് ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സംശയം ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളെ സംബന്ധിച്ചിട്ടുള്ള വിവരം കിട്ടിയിരിക്കുന്നത് ഈ കുട്ടിയുടെ അമ്മയുടെ ബന്ധു തന്നെയാണ് എന്നാണ്. സ്വാഭാവികമായിട്ടും ബന്ധുവായിട്ടുള്ള ഒരാൾ വീട്ടിൽ വരുന്ന സമയത്ത് ബന്ധുക്കളെ നമ്മൾ രക്ഷകരായിട്ട് വീക്ഷിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സംശയത്തിന് ഇട നൽകാതെ ആ വീടിനകത്ത് യഥേഷ്ടം കയറി ചെല്ലുന്ന ഒരാളായിരിക്കണം ഈ പ്രതിയായിട്ട് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം, നേരത്തെ മൂത്ത കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ തന്നെ സംശയം പ്രകടിപ്പിക്കുകയും ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗൗരവതരമായി ആ പ്രശ്നത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. മാത്രമല്ല, ലൈംഗികമായി പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഫലമുണ്ട് എന്നിരിക്കെ അത് സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ കുട്ടി ഇങ്ങനെ മരണപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുമായിരുന്നില്ല. പോലീസിനകത്ത് എല്ലാവരും കൃത്യനിഷ്ഠയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. വല്ല വീഴ്ചയും കാട്ടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് ശക്തമായിട്ടുള്ള രീതിയിൽ പറയാനുള്ളത്. ഗവൺമെൻറ് അക്കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് നാടിൻ്റെ സുരക്ഷയാണ് എന്ന് കാണാൻ വേണ്ടി പറ്റണം. ഇവിടെ അനാഥാലയത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം, അത് അനാഥാലയത്തിൻ്റെ അധികൃതർ തന്നെ തക്ക സമയത്ത് പരാതി കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നം സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ അനാഥാലയത്തിൻ്റെ പരിസരത്തുള്ള ആളുകൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല, അവർ അനാഥ കുട്ടികളാണ് എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഘടിതമായിട്ട് തന്നെ ഈ അനാഥാലയത്തിൻ്റെ പരിസരത്തുള്ള കടകളിൽ ഈ കുട്ടികളെ ഈ രൂപത്തിൽ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളതെന്നാണ്. തീർച്ചയായിട്ടും അനാഥാലയങ്ങളുടെ ചുറ്റുവട്ടത്ത് സുരക്ഷിതത്വം ഏർപ്പെടുത്താൻ, അനാഥാലയങ്ങൾക്കകത്ത് തന്നെ സുരക്ഷ ഉണ്ടാക്കാൻ, കുട്ടികൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പറയാൻ, നമ്മുടെ കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ലൈംഗികത സംബന്ധിച്ചിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതാണ്. വീടിൻ്റെ അകങ്ങളിലടക്കം നമുക്ക് കുടുംബ അംഗങ്ങളിൽ നിന്ന് പോലും ഉണ്ടാവുന്ന പീഡനങ്ങളുടെ ഒട്ടനവധി ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ആ ലൈംഗികത സംബന്ധിച്ചിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നടപടികൾ ഉണ്ടാവണം. ഈ അനാഥാലയങ്ങളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും മറ്റും കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ. ഇപ്പം ഈ അനാഥാലയത്തിൽ തന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ തന്നെ ഏറെ ഭീതിയോട് കൂടിയിട്ടായിരിക്കും കഴിയുന്നത്. മറ്റു കുട്ടികൾക്ക് ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് തന്നെ ആ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സതീദേവി, സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഇടമായിട്ട് കേരളം മാറിയിട്ടുണ്ട് എന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞതായിട്ട് ചിലയിടങ്ങളിൽ വാർത്ത കാണുന്നുണ്ട്. നമ്മുടേത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു നാടാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് വലിയ തോതിലുള്ള അവകാശങ്ങളും വളരെ സുരക്ഷിതമായ അവസ്ഥയുമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു അന്തരീക്ഷം കൂടെയുണ്ട്. അതുകൊണ്ട് കൂടെ ആകുമോ ഈ പറയുന്ന ഇത്തരം സംഭവങ്ങളുള്ളൊരു നിസ്സംഗതാ മനോഭാവം? ഒപ്പം ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് വിചാരിക്കുന്ന കുടുംബങ്ങളാണോ കേരളത്തിൽ കൂടുതലുമുള്ളത്? അങ്ങനെയല്ല, ഇത് നമ്മുടെ നാട് സ്ത്രീകളോട് വളരെയേറെ മോശമായിട്ടാണ് പെരുമാറുന്നത്, അത്തരം ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നത് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സർക്കാർ സംവിധാനങ്ങൾക്ക്, ശിശുക്ഷേമ സമിതി പോലുള്ള സംവിധാനങ്ങൾക്ക്, പോലീസിനൊക്കെ അക്കാര്യത്തിൽ പുതിയ തോതിലുള്ള ഒരു വെളിച്ചം, അല്ലെങ്കിൽ ആദ്യം മുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതുകൂടെ നമുക്ക് മുന്നിൽ ഒരു കടമയായിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ തലങ്ങളിലും സ്ത്രീയെ ഒരു സഹജീവിയായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള മനോഭാവം നമ്മുടെ വീടുകൾക്കകത്ത് വേണം, കുടുംബത്തിനകത്ത് വേണം, വിദ്യാലയങ്ങൾക്കകത്ത് വേണം, തൊഴിലിടങ്ങളിൽ വേണം. ഇതുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അത് കേരളീയ സമൂഹത്തിൻ്റെ മാത്രമല്ല, ലോകത്ത് എവിടെയായി കഴിഞ്ഞാലും സ്ത്രീകളെ
ഈ രൂപത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥ ഇല്ലാത്തത് കേവലം ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെൺ ശരീരങ്ങളായിട്ട് സ്ത്രീകളെ കാണുക, അവർക്ക് സ്വന്തമായിട്ട് മസ്തിഷ്കമുണ്ടെന്നോ സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ സഹജീവികളായിട്ട് പരിഗണിക്കാൻ തയ്യാറാവാത്ത ഒരു മാനസികാവസ്ഥ പൊതുസമൂഹത്തിനുണ്ട്. കേരളീയ സമൂഹം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ സമീപനങ്ങൾ ഈ കേരളത്തിലും നിലനിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ സാധാരണഗതിയിൽ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, പെൺകുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണത്തിൻ്റെ കുഴപ്പമാണ്, പെരുമാറ്റ രീതിയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരകളാകുന്ന പെൺകുട്ടികളെ തന്നെ അധിക്ഷേപിക്കുന്ന മാനസികാവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പരാതി കൊടുക്കാനും വീട്ടുകാരെ അറിയിക്കാനും പോലും തയ്യാറാവാത്തത്. തങ്ങൾക്ക് തന്നെയാണ് മാനഹാനി ഉണ്ടാവുക എന്നുള്ള തോന്നലാണ് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നിർഭയമായിട്ട് പരാതി പറയാനും തങ്ങളുടെ ശരീരം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു ധാരണയോട് കൂടി കൊണ്ട് തങ്ങളുടെ ശരീരത്തെ മറ്റാരെങ്കിലും സ്പർശിക്കുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതി പറയാനുള്ള ആർജവം, അതിനുള്ള മാനസികാവസ്ഥ നമ്മളെ പെൺകുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിക്കൊടുക്കലാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം. അതിന് ഗവൺമെൻറ് തലത്തിൽ സജ്ജമാക്കിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, ശിശുക്ഷേമ സമിതികൾ, അതുപോലെ തന്നെ നമ്മുടെ ജാഗ്രതാ സമിതികൾ, വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനം സമൂഹത്തിൽ വലിയ രൂപത്തിലുള്ള ബോധവൽക്കരണം നടത്തേണ്ടുന്നത് അനിവാര്യമാണ് എന്ന് ഈ സംഭവങ്ങളൊക്കെ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീമതി സതീദേവി, ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ശ്രീമതി സതീദേവി. ശ്രീമതി കെ ഷാഹിന, ശ്രീമതി കെ തുളസി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. സ്വാഭാവികമായിട്ടും സംവിധാനങ്ങളടക്കമുള്ള ആളുകളെ, സമൂഹത്തെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ അറിവുള്ളവരാക്കി മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം അങ്ങേയറ്റം അതിക്രൂരമായിട്ടുള്ള ഈ രണ്ടിടങ്ങളിലെ സംഭവങ്ങളിൽ കുറ്റക്കാരായവർക്കെതിരെ കർക്കശമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. പോലീസിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൂടെ അന്വേഷിക്കേണ്ടതായും ഉണ്ട്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. ഇടവേളയിലേക്ക്.